ജയേന്ദ്രൻ കല്ലിങ്കൽ, ഇപ്പോൾ ഈ അനർഹമായി പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ വെറ്ററിനറി ഡോക്ടറായിരുന്നു. അവര് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വളരെ കാലമായി ഭിന്നശേഷി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ്. ജോലി കിട്ടിയപ്പോൾ വേണ്ട എന്ന് വലയൻകീഴ് പഞ്ചായത്തിൽ എഴുതി കൊടുത്തിരുന്നു. പിന്നീട് ഈ പണം വന്നത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് അങ്ങനെ തന്നെ ആകാം. അപ്പൊ സാങ്കേതിക പിഴവിന് ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരുന്ന സാഹചര്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഞാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. വിശദമായ പരിശോധന കൂടാതെയാണ് ഈ ലിസ്റ്റുകൾ പുറത്തുവിട്ടത്. അതിന്റെ സാഹചര്യം, ഇത്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതിന്റെ സാഹചര്യം പരിശോധിക്കണമെന്നും അത് എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ പെൻഷൻ വീണ്ടും തുടർന്ന് വാങ്ങാനുണ്ടായ ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണമെന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതും കൂടി പുറത്തു വന്നപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടല്ലോ. നമ്മൾ ഇന്നലെ മുതൽ കാണുകയാണ് ആരോഗ്യവകുപ്പിന്, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് മണ്ണ് സംരക്ഷണ വകുപ്പിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ 1458 പേരിൽ ഭൂരിഭാഗം പേരും വികലാംഗരോ അല്ലെങ്കിൽ വിധവകളോ ഒക്കെയാണ്. അപ്പോൾ ചില ആൾക്കാർ പണം 1600 രൂപ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാതെ വാങ്ങുന്നവരുണ്ടാവും, മനഃപൂർവ്വം വാങ്ങുന്നവരുണ്ടാവും. എന്തായാലും ആ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പഞ്ചായത്ത് സമിതികൾ, ക്ഷേമകാര്യ സമിതികൾ വർഷം തോറും പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണല്ലോ നടക്കുന്നത്. ഒരു ഡീറ്റെയിൽഡായ പരിശോധന ഇക്കാര്യത്തിനകത്ത് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പൊ ബോധ്യപ്പെട്ടു. ഇപ്പൊ ഇവർ തന്നെ പറയുന്നത് ബോധ്യപ്പെടുന്നല്ലോ. അവർക്ക് ചിലർക്ക് അറിയാൻ കഴിയില്ല. ബാങ്കിന് 1600 വരുന്നത് അല്പം ഉയർന്ന ശമ്പളമുള്ളവർക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഈ 1458 വരെയും സംബന്ധിച്ച് വിശദമായി ഒരു പഠനം നടത്തി അവരേത് സാഹചര്യത്തിൽ വാങ്ങി അവരുടെ ഇങ്ങനെ ഒരു കേസ് കൂടി വന്ന സാഹചര്യത്തിൽ അവധാനത കുറവുണ്ടായോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എന്ന സംശയവും ഉയരുന്നുണ്ട്. വിശദമായ പരിശോധന അനിവാര്യമായി വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.